So hello dear children. Till now we have seen how to draw finite automatas, how to make regular expressions. Okay, we have seen a lot of examples. Now let's see how we can convert a regular expression to a finite automata. Okay, നിങ്ങൾക്ക് ഒരു regular expression തന്നിട്ടുണ്ടെങ്കിൽ you should be able to convert that regular expression to a finite automata and vice versa. Okay, so now I'll give you a regular expression and let's see how we can convert that to a finite automata. Okay, so the first one, let it be 5. Okay, 5. So how do you draw the finite automata for 5? 5 എന്ന് പറഞ്ഞാൽ എന്താണ്? Null, ഒന്നുമില്ല. This is how you draw it. അല്ലേ? Next one, let me say you A. A ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ വരയ്ക്കുക? On getting an A, it should get accepted. ഇങ്ങനെയാണ് A ചെയ്യുക അല്ലേ? Next I will give you A plus B. A plus B. How do you draw A plus B? A, അതായത് any combination of A and B. Okay. A വന്നാലും B വന്നാലും അതായത് of length 1. Okay. A വന്നാലും B വന്നാലും it will get accepted. A dot B. How do you do this? A dot B. A dot B എന്ന് പറഞ്ഞാൽ A concatenated with B ആണ് കേട്ടോ. അപ്പോൾ Aയും Bയും വരണം compulsorily. Okay. This is how you do A dot B. Just note this down. Next one, let it be A star. A star. A star എന്ന് പറഞ്ഞാൽ എന്താണ്? Either null or any combinations of A, any number of A's. Okay. ആദ്യം A സ്റ്റാറിൽ എന്താ വരിക? A മാത്രം വരാം അല്ലേ? A മാത്രം വരാം. ഓക്കെ, ഇനി ഒന്നും വരാണ്ടിരിക്കാം, നള്ളാവാം. നള്ളാവെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം? You should again draw a state here and make this null. Okay, and on a null transition it should go to any combinations of A. A can keep on repeating. അല്ലേ? Just see this. ഇപ്പോൾ A നള്ളാണെങ്കിൽ ഇനീഷ്യൽ സ്റ്റേറ്റിൽ തന്നെ taking the null transition you move on to the final state. അല്ലേ? Any number of A's ആണെങ്കിൽ A can keep on repeating in this loop. Okay, so this is how you draw A star. And the next one can be AB star. AB star. AB star നമ്മൾ എങ്ങനെയാ വയ്ക്കുക? A B സ്റ്റാർ ആയില്ലേ? സോ ഈ സ്റ്റാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ലൂപ്പ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു തിങ് ദാറ്റ് യു ഷുഡ് നോ. ഓക്കെ, സ്റ്റാർ വന്നു കഴിഞ്ഞാൽ യു ഷുഡ് കീപ് ലൂപ്പിംഗ് ഇറ്റ്. ഓക്കെ, ഇവിടെ നോക്കൂ, A സ്റ്റാറിൻ്റെ അവിടെ സ്റ്റാർ നമുക്കില്ല, സ്റ്റാർ 0 ആണെന്ന് നോക്കിയോ? അതായത് B ഒന്നും ഇല്ല നോക്കൂ, എന്നാലും A മാത്രമാണെങ്കിൽ ഇറ്റ് വിൽ ഗെറ്റ് ആക്സെപ്റ്റഡ്. ആൻഡ് ഹിയർ ഇറ്റ് ക്യാൻ ഗെറ്റ് ആക്സെപ്റ്റഡ് ഓൺ എനി നമ്പർ ഓഫ് B's ആസ് വെൽ along with the A. Okay, so this is how you draw AB star. Just note this down. നെക്സ്റ്റ് നോക്കൂ, AB the whole star. AB star എന്ന് പറയുമ്പോൾ നമ്മൾ Bക്ക് മാത്രം ലൂപ്പ് ചെയ്തു. AB the whole star എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക നമ്മൾ? AB അല്ലേ? ബട്ട് ഹിയർ AB is a string. A, B അല്ല, അത് AB ആണ്. ഓക്കെ, AB is a string. അപ്പോൾ സ്ട്രിങ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഓരോരോ സിംഗിൾ ക്യാരക്ടേഴ്സ് ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വാട്ട് ഡു യു ഡു? ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിനെ യു ക്യാൻ സിംപ്ലി ഗിവ് here, you can give
ഓക്കെ, എൻ്റെ കൂടെ എന്തായാലും ബി ഉണ്ടായിരിക്കണം. ഒന്നുമില്ലെങ്കിൽ നള്ളായിരിക്കും, അപ്പോഴും അത് ആക്സെപ്റ്റഡ് ആവും. എ ബി ആണെങ്കിൽ എ പോയി ബിയിൽ തിരിച്ചും ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് വന്നു. ദിസ് ഈസ് ഹൗ യു ഡ്രോ എ ബി സ്റ്റാർ, എ ബി ദ ഹോൾ സ്റ്റാർ. ഓക്കെ, നോട്ട് ഇറ്റ് ഡൗൺ. ഇനി ഞാൻ ഇതിൽ ചെറിയൊരു ചേഞ്ച് വരുത്താണ്. എ ബി പ്ലസ് ബി എ ദ ഹോൾ സ്റ്റാറിലാക്കാൻ പോവാണ്. എ ബി പ്ലസ് ബി എ ദ ഹോൾ സ്റ്റാർ. ഇതെങ്ങനെയാണ് വരയ്ക്കുക നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ബി കോമ ബി എ അല്ലേ? But then here this is a string, so you cannot draw the you cannot write string there. You can just write single characters there അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ റീഡ്രോ ചെയ്യും? A ആണ് എങ്കിൽ it will go to a state and then on B it will return back. ഇനി if it is starting with B it will go to another state and on A it will return back. ഇങ്ങനെയല്ലേ നമ്മൾ വരയ്ക്കുക? നോക്കി നോക്കൂ. ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദിസ്. ഇതിന് നമ്മൾ പറയുന്ന ഒരു പേരാണ് സ്റ്റേറ്റ് ക്രിയേഷൻ മെത്തേഡ്. ഓക്കെ, സ്റ്റേറ്റ് ക്രിയേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ, ബിക്കോസ് വി ആർ ക്രിയേറ്റിംഗ് എ ന്യൂ സ്റ്റേറ്റ് അല്ലേ? നമ്മളൊരു ന്യൂ സ്റ്റേറ്റ് ഉണ്ടാക്കിയിട്ടാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് ദ സ്റ്റേറ്റ് ക്രിയേഷൻ മെത്തേഡ്. ഓക്കെ, this is the other name for that, state creation method. Okay, ഈ ഒരു പ്രോബ്ലത്തിന് ഈ എ ബി ദ ഹോൾ സ്റ്റാർ അത് വരണമെങ്കിൽ നമ്മൾ പുതിയ സ്റ്റേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വരയ്ക്കണതിന് സ്റ്റേറ്റ് ക്രിയേഷൻ മെത്തേഡ് എന്ന് പറയും. ഓക്കെ, ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. The next question is B A star B. B A star B എന്ന് പറയുമ്പോൾ എന്തായാലും രണ്ട് ബി ഉണ്ടാവണം. എ ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യും. ഓക്കെ, സോ ഹൗ ഡു യു ഡ്രോ ദാറ്റ്? B A star B അല്ല, ഇങ്ങനെയല്ല വരയ്ക്കുക. You can name this, okay, A, B, C, whatever. Q0, Q1, Q2, A, B, C, അങ്ങനെ വെച്ചാൽ നെയിം ചെയ്യാം. So this is 2B and A can come or A may be there or may not be there. So you star കണ്ടു കഴിഞ്ഞാൽ I told you, you simply loop there. Okay, ഇനി ഞാൻ വേറൊരു നമ്പറാണ് A plus B into C. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഐദർ എ ബി എ സി ഓർ ബി സി അല്ലേ? എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ സി വരാം, അല്ലെങ്കിൽ പ്ലസ് എന്ന് പറഞ്ഞാൽ ഓറാണ് ബി സി വരാം. നിങ്ങളത് എങ്ങനെ വരയ്ക്കുക? നിങ്ങൾക്ക് എ പ്ലസ് ബി എങ്ങനെ വരയ്ക്കാമെന്നറിയാം അല്ലേ? എ പ്ലസ് ബി എന്താ ഞാൻ പറഞ്ഞത്? എ കൊമ ബി ഇട്ടു, ഇവിടെ ഇതാണ് എ പ്ലസ് ബി. ഓർ സി എന്ന് പറയുമ്പോൾ സിയും കൂടി വരച്ചു. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടെ നിങ്ങൾക്ക് എന്തൊക്കെ കോമ്പിനേഷൻസ് കിട്ടും? യു ഐദർ ഗെറ്റ് എ സി ഓർ യു ഗെറ്റ് ബി സി. നോട്ട് ഇറ്റ് ഡൗൺ. Next question is A into BC the whole star. Okay, എന്ന് പറയുമ്പോൾ എ എന്തായാലും ഉണ്ടായിരിക്കണം, ബി സി ലൂപ്പിലായിരിക്കും. ഓക്കെ, ഹൗ ഡു യു ഡ്രോ ദാറ്റ്? എ എന്തായാലും ഉണ്ടാവണം, അപ്പോൾ എ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും ഫൈനൽ സ്റ്റേറ്റിൽ ഉണ്ടാവണം. പിന്നെ ബി സി ദ ഹോൾ സ്റ്റാർ ആണ്. അത് നമ്മളെങ്ങനെയാണ് വരച്ചിരുന്നത്? ബി വരുമ്പോൾ നമ്മൾ സ്റ്റേറ്റ് ക്രിയേഷൻ മെത്തേഡ് പോവും, ഒരു സ്റ്റേറ്റിലേക്ക് പോവും. ആൻഡ് ഓൺ ഗെറ്റിംഗ് സി ഇറ്റ് വിൽ അഗെയിൻ ഗോ ബാക്ക് ടു ദ final state so that it gets accepted. Correct alle? A, B and C. This is how you draw it. Okay, so this is how basically you convert a regular expression to a finite automata. Regular expression finite automata ആക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ വരുന്നോർത്തൊക്കെ നമുക്ക് ലൂപ്പിംഗ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ചില സ്ഥലത്ത് ഇങ്ങനത്തെ ഹോൾ സ്റ്റാർ ഒക്കെ വരുമ്പോൾ നമ്മൾ സ്റ്റേറ്റ് ക്രിയേഷൻ മെത്തേഡ് യൂസ് ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് ഒരുമിച്ച് ബി സി എന്ന് എഴുതാൻ പറ്റില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിങ്ങൾ അങ്ങനെ ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ടോ ഇൻപുട്ടായിട്ട്? എപ്പോഴും നമ്മളൊരു ആൽഫബറ്റ്, സിംഗിൾ ആൽഫബറ്റ് അല്ലെങ്കിൽ സിംഗിൾ ക്യാരക്ടർ അല്ലേ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു സ്ട്രിങ് വരുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ പുതിയൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു കൺവേർട്ട് എ റെഗുലർ എക്സ്പ്രഷൻ ടു എ ഫൈനൈറ്റ് ഓട്ടോമാറ്റ.
Now we learn how to convert a finite automata to a regular expression. Okay.